നീണ്ടകര ഫിഷറീസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മത്സ്യത്തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കുക, വള്ളങ്ങളിൽ വരുന്ന മത്സ്യം വിൽക്കാൻ അനുവദിക്കുക, അശാസ്ത്രീയമായ യാനങ്ങളുടെ പരിശോധന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നീണ്ടകര ഫിഷിംഗ് ഹാർബറിലെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നീണ്ടകര ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി അനിരുദ്ധൻ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കെതിരായി വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അസാമാന്യമായ സാമർഥ്യമാണുള്ളത്. ഇത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനാ? നിയമവിരുദ്ധമായി ജില്ലയിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധമുള്ളവരാണ് ഞങ്ങള്. അങ്ങനെ നിയമം ലംഘിക്കുന്നവർ മുതലാളിമാരാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, അനുസ്യൂതമായി തുടരാം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തു നിന്നാണ് ഒരു പിഴവ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കരുതുന്നും. അതാണ് നീണ്ടകര AD ഓഫീസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഏറ്റവും അവസാനം, ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല, ഒരു സമരം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ജില്ലാടിസ്ഥാനത്തിൽ തന്നെ. കിളിമീൻ പിടിക്കാൻ പാടില്ല, പിടിച്ചാൽ കൊണ്ടുവരാൻ പാടില്ല. മീൻ പിടിക്കാൻ ആരുടെ അനുവാദമാണ് വേണ്ടത്? മത്സ്യത്തൊഴിലാളിക്ക് ഏത് മീൻ പിടിക്കണമെന്ന് ഒരു തിട്ടൂരവും ഒരു ഉദ്യോഗസ്ഥന്റെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ യോഹന്നാൻ, പരിമണം ശശി, L സുരേഷ് കുമാർ, മത്തിയാസ് അഗസ്റ്റിൻ, പ്രസന്നൻ, തോംസൺ ഹിൽബർട്ട്, ജാക്സൺ വിൻസെന്റ്, K ലതീശൻ, ഹെൻറി, K സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.